പരബ്രഹ്മ സ്വരൂപത്തെ പറയുന്ന കേട്ടോ, ശിവനാണെന്ന് കരുതരുത്. ജഗദീശ്വര ചൈതന്യത്താൽ ആവൃതം പൊതിഞ്ഞ, അകവും പുറവും നിറഞ്ഞ, ചുറ്റപ്പെട്ട ജനനി അല്ലയോ അമ്മേ. അപ്പൊ അമ്മയുടെ സ്വരൂപം എന്താ? മേലായ മൂലമതിയാൽ ആവൃതമാണ്. പരമേശ്വര ചൈതന്യത്താൽ അകവും പുറവും നിറയ്ക്കപ്പെട്ടു. ഒരു സ്വർണത്തിന്റെ ആഭരണം എടുത്താൽ, മാല എടുത്താൽ അതിന്റെ അകവും പുറവും ഒക്കെ എന്താ ഉള്ളത്? സ്വർണം മാത്രമല്ലേ ഉള്ളൂ. അതുപോലെ പരമേശ്വര സത്തയാൽ അകവും പുറവും നിറയ്ക്കപ്പെട്ട ജനനി അമ്മേ, നീ ലാസ്യമാടി വിടും. ലാസ്യം എന്ന് പറഞ്ഞാൽ സ്ത്രീകളുടെ നൃത്തത്തിനെ ലാസ്യം എന്ന് പറയാം. ഭരതമുനിയുടെ നാട്യശാസ്ത്രത്തിൽ സ്ത്രീ നൃത്തത്തെ ലാസ്യം എന്ന് പറയും. ആ ലാസ്യമാടി വിടുക. പുരുഷന്റെ നൃത്തത്തെ താണ്ഡവം എന്ന് പറയും. ലാസ്യം സൃഷ്ടിയും താണ്ഡവം സംഹാരവുമാണ്. അപ്പോ ഒരു നർത്തകി നൃത്തം ചെയ്യുമ്പോൾ അവളുടെ മുഖത്ത് നിരവധിയായ കഥാപാത്രങ്ങളുടെ ഭാവങ്ങൾ ഇങ്ങനെ മിന്നി പറയും അല്ലെ. ക്ഷണനേരം കൊണ്ട് ആ ഭാവം മാറി മറ്റൊരു ഭാവമാകും. അതെല്ലാം ഇങ്ങനെ തൻ്റെ ആംഗ്യ ഭാഷയിലൂടെ, അംഗചലനങ്ങളിലൂടെ ആ കഥാപാത്രത്തെ അവതരിപ്പിക്കും. വേഷം മാറ്റി കഴിഞ്ഞാൽ നടിയായിട്ട് മാറും. പക്ഷെ ഇവിടെ ദേവി ആ ലാസ്യം ചെയ്യുമ്പോൾ ദേവിയുടെ ലാസ്യം ഇങ്ങനെ എന്താ പറയാ, അനാദിയായി തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ആ ലാസ്യത്തിനനുസരിച്ച് ഇവിടെ വിവിധ കോമ്പിനേഷനുകളിൽ പ്രപഞ്ചത്തിലെ സമസ്ത ചരാചരങ്ങളും ഉണ്ടായിക്കൊണ്ടും മറഞ്ഞുകൊണ്ടും ഇരിക്കുന്നു. അതാണ് മനസ്സിലാക്കേണ്ടത്. നീ ലാസ്യമാടി വിട്ട, നീ നിന്റെ നൃത്തത്തിനനുസരിച്ച്, നൃത്ത ചുവടുകൾക്കനുസരിച്ച് വിവിധമായ കോമ്പിനേഷനുകളിൽ ഉണ്ടായ, ഇത്രയേ ഉള്ളൂ. ബ്രഹ്മശക്തി സ്പന്ദിച്ച് ആദ്യം നമ്മുടെ അന്ധകരണത്തിലേക്ക് സ്പന്ദിച്ചു. നാം എന്ന ജീവൻ തുടിക്കാൻ തുടങ്ങി. അന്ധകരണത്തിലേക്ക് സ്പന്ദിച്ച ബോധാംശമാണ് നാം എന്ന ജീവൻ. ആ അന്ധകരണം ചലിച്ച് സ്പന്ദിച്ച് എന്തായി മാറി? മനസ്സായി മാറി. മനസ്സ് സ്പന്ദിച്ച് ഇന്ദ്രിയങ്ങളായി, പ്രാണനായി, ശരീരമായി, പ്രപഞ്ചമായി. അപ്പൊ ഓരോരോ ചലനങ്ങൾക്കനുസരിച്ച് ഇവിടെ ഓരോന്ന് ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ പറയണ, നീ ലാസ്യമാടി വിട്ട, നിന്റെ നൃത്ത ചുവടുകൾക്കനുസരിച്ച് ഇവിടെ ഉണ്ടായി വന്ന, നോക്കൂ, കീലാലമായി വനല കോലാഹലം. ലാസ്യമാടി വിടുക എന്ന് പറഞ്ഞാൽ എന്താ? അതായത് രൂപമില്ലാത്തതിനെ നീ രൂപമാക്കി ഇവിടെ ഓരോന്നോരോന്നായിട്ട് നിന്റെ പദചലനങ്ങൾക്കനുസരിച്ച് ഇവിടെ സൃഷ്ടിതമായി. അത് എന്തൊക്കെയാണെന്ന് പറഞ്ഞത്? കീലാലം, കണ്ട വേറൊരു വാക്ക, ജലം, കീലാലം, വായു, അനലൻ, അനലൻ എന്ന് പറഞ്ഞുകൊണ്ട് അഗ്നി, ജലം, വായു, അഗ്നി, പിന്നെ പറഞ്ഞത് കോലാഹലം എന്നാണ്. അത് ഉപലക്ഷണമായി ബാക്കി രണ്ടെണ്ണം എടുത്തോളാം. ഒരു മുനിയുടെ ഋഷീശ്വരന്റെ പഠിത്തമാണ് അവിടെ. അപ്പൊ ഏതൊക്കെ പറഞ്ഞു? ജലം, വായു, അഗ്നി, പറയാത്തത് ഏതാ? ഭൂമി, ആകാശം. ഇതുകൂടി എടുത്തോളാം. ഈ പഞ്ചഭൂതങ്ങൾ കീലാല പുതിയ പദമാണ്, പഠിച്ചോളാം. ജലം, വായു, അഗ്നി, ഇവയുടെ ഇത് കോലാഹലം എന്ന് പറഞ്ഞ ഉച്ചത്തിലുള്ളതും സമ്മിശ്രവുമായ ശബ്ദം എന്നാണ് കോലാഹലത്തിന്റെ അർത്ഥം. അതായത് ഇവിടെ പ്രപഞ്ചം വന്നിരിക്കുന്നത് കൂടിക്കൊഴിഞ്ഞുകൊണ്ടാണ്. എന്നുവെച്ചാ പഞ്ചീകരിക്കുക. ഇതൊക്കെ ഞാൻ വളരെ വിശദമായി ഞാൻ നോട്ടൊക്കെ തരാൻ വേണ്ടി വളരെ കൃത്യമായിട്ടൊക്കെ പഞ്ചീകരണ പ്രക്രിയയൊക്കെ എടുക്കുന്നത് ഒന്നും നടക്കില്ല. അപ്പൊ നോക്കിയേ, അതായത് ഇവിടെ കോമ്പിനേഷനിൽ വന്നതെന്ന് പറയാൻ കാരണം, ഭൂമി എന്ന പഞ്ചഭൂതം ഒരു വൃത്തം വരയ്ക്കുക, റൗണ്ട് വരയ്ക്കുക. പകുതി ഭാഗം ഭൂമിയാണെങ്കിൽ താഴെയുള്ള 4 ഭാഗത്തെ 4ആയിട്ട് തിരിച്ചാൽ ജലം, വായു, ആകാശം, അഗ്നി അതിലൂടെ വന്നിട്ടുണ്ട്. കളക്ട് ചെയ്താ വന്നിരുന്നത്. ഭൂമിയിൽ ഭൂമി മാത്രമല്ല, ജലം, വായു, അഗ്നി, ആകാശ ഭൂതങ്ങളുടെ അംശമുണ്ടെന്ന് അർത്ഥം. മനസ്സിലായോ? അപ്പൊ കൂടിക്കൊഴിഞ്ഞിരിക്കുന്നത് കൊണ്ടാണ് എന്ത് പറഞ്ഞത്? കോലാഹലം എന്ന് പറഞ്ഞത്. ഭൂമിയിൽ മറ്റു 4 ഭൂതങ്ങളുണ്ട്. വിറകെടുത്ത് കത്തിക്കാൻ വെക്കുമ്പോൾ വിറകിങ്ങനെ അതിനകത്തൊരു വെള്ളം പോലെ പറഞ്ഞുണ്ടോ? മണ്ണാത്ത വിറക് അല്ലെ? അതിനകത്ത് എല്ലാം ഉണ്ട്. ഭൂമിതത്വം, ജലതത്വം, വായുതത്വം, അഗ്നിതത്വം ഒക്കെ അതിലുണ്ട്. അപ്പൊ നമ്മുടെ ശരീരത്തിലുണ്ടെന്ന് നേരത്തെ ഞാൻ പറഞ്ഞില്ലേ? അപ്പൊ പ്രപഞ്ചത്തിലെ സകലതൂടെ വന്നേക്കുന്നത് കോലാഹലമായിട്ടാണ്, കൂടിക്കൊഴിഞ്ഞ വന്നേക്കുന്നത്. അപ്പൊ ഗുരുവിന്റെ പ്രയോഗം നോക്കിയേ, കീലാല വായുവനല കോലാഹലം ഭുവനം. സമ്മിശ്രമായിട്ടുള്ള പഞ്ചഭൂതങ്ങൾ കൂടിക്കലർന്നിട്ടുള്ള ഈ ഭുവനം, ഭവിച്ചതാണ് ഭുവനം. ഈ പ്രപഞ്ചം ആലാപമാത്രമഖിലം, വെറും നാമവും രൂപവും ചേർന്ന ഉച്ചാരണം മാത്രം. ആരാ കുളത്തിന് കുളമെന്ന് പേരിട്ട്? മണ്ണ് തന്നെയല്ലേ അത്.
ഒരു രൂപമാറ്റം സംഭവിച്ചെന്ന് മാത്രമല്ലേ ഉള്ളൂ. നമുക്ക് രാമനും കൃഷ്ണനൊക്കെ ആരെ എനിക്ക് പേരിട്ടതാണ്, എൻ്റെ അമ്മയെ പേരിട്ടത് അല്ലേ, അല്ല എൻ്റെ അച്ഛൻ ആരെങ്കിലും ഇഷ്ടപ്പെട്ടവരായിരിക്കും പേരിട്ട്. പക്ഷെ ആ പേരൊരു വ്യക്തിയുടെ മനസ്സിൽ വന്നാലേ ആ രൂപം അതാണോ ഞാൻ? എൻ്റെ ആദ്യത്തെ സ്വരൂപം ഈ രൂപമായിരുന്നോ? ആ ചൈതന്യത്തിൽ എന്തെല്ലാം ചേർത്ത് വന്നാൽ ഇപ്പൊ ഇങ്ങനെ ഇരിക്കുന്നത് ഒരു ശരിയായ രൂപമാണോ ഇത്? അല്ല, ഒരിക്കലുമല്ല. ഇത് കൂടിക്കൊള്ളുന്ന ഉണ്ടായിരിക്കുന്നതാണ്. ഇത് സത്യമല്ല. ഇത് നശിച്ചു പോവും, മറിഞ്ഞു പോവും. അത് ആദ്യം പഠിക്കും. അപ്പൊ പറയാണ് കീലാല വായുവനല കോലാഹലം ഭുവനം ആലാപമാത്രമഖിലം. ശബ്ദം കൊണ്ട് പറയാമെന്ന് മാത്രമേ ഉള്ളൂ. രൂപവും ശബ്ദവും കൊണ്ട് പറയാവുന്ന കുറെ രൂപമോ നാമമായിട്ടുള്ള ആളുകളാണ് നമ്മൾ ഇരിക്കുന്നത്. പേര് പറയുമ്പോഴൊന്നും ആരും അഹങ്കരിക്കണ്ട. മനസ്സിലാവുന്നുണ്ടോ? അപ്പോ ആലാപമാത്രമഖിലം, വെറും നാമരൂപങ്ങൾ മാത്രമേ ഉള്ളൂ. ഇത് പറയാണ്. എന്ത് പറയാ? കാലാദിയായ മൃദുമൂലാലനെയ്യും ഒരു കാലം, ആദി, ടൈം ആൻഡ് സ്പേസ്. കാലം, ടൈം, പിന്നെ എന്താണ് അതിന്റെ കൂടെ ചേർത്ത് പറയുന്നതാണ് സ്പേസ്. അതായത് പ്രപഞ്ചം എന്നാൽ ടൈമും സ്പേസും ആണ്. ഇതില്ലാതെ ഒരു വ്യവഹാരം ഇവിടെ പറ്റില്ല. ഇപ്പൊ ഒത്തിരി പറഞ്ഞേട്ടോ 4:30 ഇവിടെ എത്തണം അല്ലെ, നിങ്ങളോട് പറഞ്ഞ ഇന്ന സ്ഥലത്ത് എത്തണം അല്ലെ. ഈ പ്രപഞ്ചത്തിലെ എല്ലാ വ്യവഹാരങ്ങളും ദേശത്തെയും കാലത്തെയും ബേസ് ചെയ്തുകൊണ്ടാണ്. ഈ ദേശവും കാലവും ഇല്ലാന്ന് വെച്ചാൽ നമ്മൾ ഈശ്വരനായി. ഇത് പറഞ്ഞില്ലേ ഒന്നാമദേശ അല്ലെ, ഏത് ദേശം? വിദ്യാദിവാദോ ഭരതി നിർവൃതി. കാലവും ദേശവും ഇല്ലാത്തത് ആർക്കാണോ അവൻ നിർവൃതി അനുഭവിക്കുന്നു. കൊയാസ്യസി, നീ എവിടെ പോകുന്നു? കുത ആയാതി, എവിടെ നിന്ന് വന്നു? കഥ ആയാത, എപ്പ വന്നു? ഇങ്ങനെയൊക്കെ സമയത്തെ സ്പെസിഫൈ ചെയ്തുകൊണ്ട് ചോദിക്കുന്നവര് ഭൗതികരാണ്. പ്രപഞ്ചത്തെ കണ്ട് സത്യമെന്ന് ഭ്രമിക്കുന്നവരാ. ഒരു രമണ മഹർഷി എന്ന പരമാത്മാവിന്റെ മുമ്പിലേക്ക് ഗുരു എന്ന പരമാത്മാവ് വന്നപ്പോ ഒരു പരമാത്മാവിനെ കണ്ടുമുട്ടിയ ചിത്രേ അവിടെ ഉള്ളൂ. അവിടെ നീ എവിടെ നിന്ന് വന്ന് എപ്പോ പോണ എനിക്ക് ഉപചാരമൊന്നും വേണ്ട. അവിടെ രണ്ട് സ്വരൂപങ്ങളാണ് അവിടെ വന്നിരിക്കുന്നതെന്ന് അറിയാം. അവിടെ ചോദ്യമില്ല അവിടെ. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള സന്ദർഭങ്ങൾ നമ്മൾ പറയുമ്പോൾ ചേർത്ത് പറയേണ്ടത്. അപ്പോ ദേശത്തിലും കാലത്തിലും ജീവിക്കുന്ന നാം ദേശത്തിനും കാലത്തിനും അതീതമായ ആ ദേവീ ശക്തിയിലേക്ക് സഞ്ചരിക്കുക. പറയേ കാലാദിയായ മൃദുനൂല്, ഒരു മൃദുനൂല് കൊണ്ട് നെയ്ത ഒരു എന്താ പറയാ, മൃദുനൂലാല നെയ്യും ഒരു നീലാപടം, കളിവസ്ത്രം. ആ കളിവസ്ത്രത്തിൽ ഊടും പാവുമായിട്ട് ഓതപ്രോതം ഈ തലങ്ങനെ വിലങ്ങനെ കോർത്തിരിക്കുന്നു. ടൈം ആൻഡ് സ്പേസ്, ദേശകാലങ്ങളാകുന്ന നൂല് ഓതപ്രോതമായിട്ട് കോർത്തിരിക്കുന്നു ദേവി അണിഞ്ഞിരിക്കുന്ന ലീലാപടത്തിൽ. ദേവി ഒരു വസ്ത്രം അണിഞ്ഞു. ആ വസ്ത്രത്തിൽ ദേശവും കാലവും ഒക്കെ ഉണ്ട്. നമ്മൾ അതിനനുസരിച്ച് ജീവിച്ചു പോകുന്നവരാ. ദേശവും കാലവും ഒക്കെ ഒരു ചിന്തകന്റെ ചിന്തയിൽ പൊട്ടിച്ച് തകർന്നു പോകാവുന്ന മൃദുനൂലുകളാണ് എന്ന് ഒരു പറയാ. ഒരു പറഞ്ഞില്ലേ, പരയുടെ പാല് നുകർന്ന ഭാഗ്യവാന്മാർക്ക് ഒരു 10,000 ആണ്ടൊരു അല്പമാത്രം. ഗുരുവിന്റെ അനുഭവം. നമുക്കോ അരനൊടി 1000 ആണ്ട് പോലെ തോന്നും അല്ലെ. നമ്മൾ അത്രയ്ക്ക് അപരപ്രകൃതിക്ക് അധീനരാണ്. അപ്പോ ഇതാണ് ഒരു പരമാത്മനിഷ്ഠന്റെയും ലൗകികന്റെയും കാലഗണനയും ദേശപരിഗണനയും വരുന്നത്. അപ്പൊ ദേവി, നീ ദേശകാലങ്ങളാകുന്ന മൃദുനൂല് കൊണ്ട് നെയ്ത ലീലാപടം നിന്റെ ദേഹത്ത് ആ കളിവസ്ത്രം ധരിച്ചുകൊണ്ട് വന്നത് കൊണ്ട് ആ കളിവസ്ത്രത്തിനകത്തുള്ള നിന്റെ സ്വരൂപത്തെ ആരും അറിയുന്നില്ല, ആരും ഉള്ളതറിവിയില്ല അല്ലെ. മൃദുനൂലാല നെയ്യും ഒരു ലീലാപടം അവധി മെയ് മേലാതെ കൂടും, അതിനാൽ ആരും ഉള്ളതറിവിയില്ല. സത്യത്തെ ആരും അറിയുന്നില്ല. മൂടപ്പെടുന്നു പൊൻപാത്രം കൊണ്ട് സത്യമതിമുഖം. സത്യത്തിന്റെ മുഖം ഒരു പൊൻനിറമുള്ള തിളക്കമുള്ള പാത്രം കൊണ്ട് മൂടി വെച്ചിട്ട് നമ്മൾ ആ പൊൻപാത്രത്തെ കണ്ട എന്തൊരു ഭംഗിയല്ലേ പാത്രത്തിന്. അതുപോലെ പ്രപഞ്ചത്തിലെ അനുഭവങ്ങളെ കണ്ട എന്തൊരു സുഖം, എന്തൊരു ജീവിതം അല്ലെ, അനുഭവിച്ചിട്ട് പോയി. പക്ഷേ അതിനപ്പുറം ആ സുഖത്തിന്റെ 10,000 മടങ്ങുള്ള ആ ആത്മസുഖം നിന്നിൽ ഇരിപ്പുണ്ടെന്ന് പറഞ്ഞു തന്നു മഹാഗുരു നമുക്ക്. അതുകൊണ്ട് നീ അതൊന്ന് തുറക്കുക. നീ ഭൂഷൺ, എനിക്ക് നീ ഈ മൂടിപ്പാത്രത്തെ തിളക്കപാത്രത്തെ ഒന്നും പാടിപ്പുകത്തി എന്റെ ജീവിതം പാഴാക്കണ്ട. അതൊന്ന് തുറക്ക്. ഞാനിപ്പോൾ സത്യമറിയാൻ കാത്തിരിക്കുന്ന സത്യജിജ്ഞാസുവാണ്. സത്യധർമ്മഞ്ഞു കാണുവാൻ നീ അതൊന്ന് തുറന്നു കാണിച്ചു തരുന്നു. എനിക്ക് ഇതിന്റെ പുകഴ്ത്തുണ്ടാവും. അപ്പൊ കിട്ടിയിരിക്കുന്ന സൗഭാഗ്യങ്ങളെ പുകഴ്ത്തുമ്പോൾ ഓർക്കുക, പുകഴ്ത്താൻ പറ്റാത്തതിനെയാണ്
കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതിനപ്പുറമുള്ള ആനന്ദം നമ്മളിൽ തന്നെ ഉണ്ട്. എന്നിട്ട് പറയാ മേലാകെ മൂടും അതിനാലാരുള്ളതറിവീല. ഉള്ളതെന്താ? പരമാത്മമായ ചൈതന്യം മാത്രമാണ്. അതിനെ ആരും അറിയുന്നില്ല. ദേശവും കാലവും ഉള്ള ഉപാധി വെച്ചുകൊണ്ട് നമ്മൾ ഈ ലോകത്ത് ജീവിച്ചു പോകുന്നു. അത്രയേ ഉള്ളൂ. അപ്പോൾ സത്യത്തെ തിരയണമെന്ന് പറയാ. എന്നിട്ട് പറയാ ആഗമാന്ത നിലയെ. ആഗമം വേദം, ആഗമാന്തം വേദാന്തം, നിലയം ഇരിപ്പിടം. വേദത്തിന് ജ്ഞാനത്തിന് ഇരിപ്പിടം നടത്തും. ആഗമാന്ത നിലയെ എന്ന് പറഞ്ഞ അർത്ഥം എന്താ? വേദാന്ത പൊരുളെ, വേദാന്ത വേദ്യയെ, ജ്ഞാനത്തിന് ഇരിപ്പിടമായവളെ. ഇവിടെ ആഗമം എന്നുള്ളൊരു മറ്റൊരു അർത്ഥം കൂടി ഉണ്ട് കേട്ടോ. ആഗമം വേദം, ആഗമാന്തം വേദാന്തം. വേദത്തിന് കർമ്മകാണ്ഡമെന്നും ജ്ഞാനകാണ്ഡം എന്ന രണ്ട് ഭാഗം. ജ്ഞാനകാണ്ഡമാണ് ഉപനിഷത്ത്. ആ ഉപനിഷത്തിനെയാണ് വേദാന്തം എന്ന് പറയുന്നത്. അതുകൂടാതെ വേദാഗമസാരങ്ങൾ അറിഞ്ഞൊരുവൻകാർ. അവിടുത്തെ ആഗമം എന്താ? വേദം പറഞ്ഞു, പിന്നെ ആഗമം വന്നു. അവിടെ എന്താ ആഗമം? ഇച്ചിരി പറയാനുള്ള ഭാഗമൊക്കെ എനിക്കൊന്നും പറ്റുന്നില്ല. ആഗമം എന്ന് പറഞ്ഞ ഇത്രയേ ഉള്ളൂ. വേദം നടത്തം. അവിടുത്തെ ആഗമം എന്ന് പറഞ്ഞാൽ അതായത് ഭൗതികമായ വസ്തുക്കളെ ഈശ്വരോന്മുഖമാക്കി അനുഭവിക്കുക എന്നുള്ളത് താന്ത്രികപരമായ ഒരു വാക്കാണ് ആഗമം. അവിടെ തന്ത്രശാസ്ത്രത്തിലൊരു പദമാണ് അവിടെ ആഗമം. അതായത് ഈശ്വരീയമായ കാര്യങ്ങളിലേക്ക് ചേർത്ത് വെക്കുക ഭൗതികതയെ. ജപം, ധ്യാനം, പ്രാർത്ഥന തുടങ്ങിയവയൊക്കെ ഈശ്വരനിൽ എത്തിക്കാനുള്ള വഴിയായിട്ട് ചേർത്ത് വെച്ച് പഠിപ്പിച്ചു തരുന്നു തന്ത്രം. അതിനെയും ആഗമം എന്ന് പറയും. രാമായണം ഒരു ആഗമശാസ്ത്രമാണ്. തുടക്കം തന്നെ ശ്രീപരമേശ്വരൻ പാർവതിക്ക് ജ്ഞാന വിജ്ഞാന വേദങ്ങളും തത്വശാസ്ത്രങ്ങളും അല്ലെ, ക്ഷേത്രോപവാസ കർമ്മം, ഇതൊക്കെ എനിക്ക് ഒന്നൊഴിയാതെ അരുളി ചെയ്യുമെന്ന് പറയണില്ലേ? ആ ആഗമം ശംഭുവിന്റെ വസ്ത്രത്തിൽ നിന്ന്, ശിവന്റെ വസ്ത്രത്തിൽ നിന്ന് വന്ന് ഗിരിജയുടെ മുഖത്തിൽ വന്നെത്തിയത് കൊണ്ടാണ് ആഗമം എന്ന് വന്നത്. ആഗതം ശംഭു വസ്ത്രേഭ്യഃ ഗതം ച ഗിരിജാമുഖേ തസ്മാദാഗമം. അപ്പോ ആഗമശാസ്ത്രം എന്ന് പറയുമ്പോൾ തന്ത്രം എന്നുള്ള അർത്ഥവും കൊണ്ട്, വേദം എന്നുള്ള അർത്ഥവും കൊണ്ട്. തന്ത്രം എന്നുള്ള അർത്ഥത്തിൽ ഭൗതികമായ കാര്യങ്ങളെ ഈശ്വരോന്മുഖമായി ചേർത്ത് വെച്ചുകൊണ്ട് പഠിക്കുക. പറയാല്ലേ, യാതൊന്നു കൺമകതു നാരായണ പ്രതിമ. എന്തിനങ്ങനെ പഠിപ്പിച്ചേ? നിങ്ങളൊക്കെ നാരായണ പ്രതിമയാന്ന് പഠിപ്പിച്ചേ എന്തിനാ? അല്ലെ, ഭൗതികതയെ ഈശ്വരനോട് ചേർത്ത് വയ്ക്കുന്ന ഒരു പാഠമല്ലേ അത്? അങ്ങനെ പഠിപ്പിക്കുന്നതിനെയാണ് ആഗമം എന്ന് പറയുക. അപ്പൊ പറയാണ്, പരമാത്മ ചൈതന്യത്താൽ അകവും പുറവും നിറയ്ക്കപ്പെട്ടാലെയോ അമ്മേ, നിന്റെ നൃത്ത ചുവടുകൾക്കനുസരിച്ച് രൂപം കൊണ്ട പഞ്ചഭൂതാത്മകമായ ഈ പ്രപഞ്ചം അല്ലെ, വെറും ആലാപ മാത്രം, വെറും നാമവും രൂപവും മാത്രമാണല്ലോ അമ്മേ. അതിൽപ്പെട്ടിരിക്കുന്ന ഒരു രൂപവും നാമവുമാണല്ലോ ഞാൻ. ഇനിയും എനിക്ക് നിന്റെ സ്വരൂപം അറിയാൻ പറ്റുന്നില്ല. കാരണം ദേശകാലങ്ങളാകുന്ന മൃദുനൂല കൊണ്ട് നെയ്ത ഒരു കളിവസ്ത്രം നിന്റെ ദേഹത്ത് ധരിച്ചു നിൽക്കുന്നത് കൊണ്ട് ഞങ്ങൾ ദേശത്തിലും കാലത്തിലും പെട്ടുപോയി. അതിനതീതമായ, അതിനുപരിയായ ആ അമ്മയെ ഞങ്ങൾക്ക് അറിയാൻ പറ്റുന്നില്ലല്ലോ. ആഗമാന്ത നിലയെ, വേദപ്പൊരുളെ, വേദാന്ത വേദ്യയെ, വേദത്തിന് ഇരിപ്പിടമായവളെ, ജ്ഞാനത്തിന് ഇരിപ്പിടമായവളെ, സത്യസ്വരൂപം എനിക്ക് കാട്ടിത്തരൂ എന്നാണ്. എത്രാമത്തെ ശ്ലോകമാണ്? 5-ാമത്തെ ശ്ലോകം. 6-ാമത്തെ നോക്കൂ കേട്ടോ.